തിരുവനന്തപുരം വർക്കലയിൽ കാർ തടഞ്ഞു നിർത്തി കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിൽ. വർക്കല വെട്ടൂരിലാണ് കാറിന് നേരെ ആക്രമണം ഉണ്ടായത്. വിനേഷ് കുമാർ തിരുവനന്തപുരം ചെയ്യുന്നു. വിനേഷ്, എന്തിനായിരുന്നു ഒരു കുടുംബം സഞ്ചരിച്ച് കാർ തടഞ്ഞു നിർത്തി അതിക്രമം നടത്തിയത്? പിടിയിലായവർ ആരൊക്കെയാണ്? സുഹൈൽ, ഇന്നലെ രാത്രി 10:45 സംഭവം. അതായത് ഈ ജവാദും അതുപോലെ തന്നെ ഭാര്യയും കുട്ടികളും സഞ്ചരിച്ച കാറാണ് തടഞ്ഞു നിർത്തി 6 അംഗ സംഘം ആക്രമിച്ചത്. അതിൽ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സംഭവം എന്താണ് എന്ന് പോലീസിന് ഒരു വ്യക്തതയില്ല. കാരണം എന്തെങ്കിലും മുൻവൈരാഗ്യമാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ എന്തോ സാമ്പത്തിക ഇടപാട് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കാറിൽ നിന്ന് 6000 രൂപയും അതുപോലെ തന്നെ 350 ദിർഹം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജവാദ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ 3 പേരെ കുറിച്ചും കൂടെ ഇനി വിവരം ലഭിക്കേണ്ടതുണ്ട്. 6 അംഗ സംഘം ബൊലേറോ കാറിലെത്തുകയും ഈ കാറ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം, ജവാദും കുടുംബവും സഞ്ചരിക്കുന്ന കാറിന് മുമ്പിൽ കൊണ്ട് നിർത്തിയ ശേഷം ചാടി ഇറങ്ങിയ ശേഷം കാറിന്റെ ഗ്ലാസ് തകർക്കുകയായി ഉണ്ടായത്. തുടർന്ന് ജവാദിനെ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ജവാദ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാലും പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. 3 പേരും ഉടൻ തന്നെ പിടിയിലായേക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.